ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു നബി തങ്ങളടുത്ത് വന്നിട്ട് എന്തെങ്കിലും തരണം എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ എത്രയും കൊടുത്തതെന്ന് അറിയാം. 100 ഒട്ടക കൊടുത്തത്. 100 ഒട്ടക. പിന്നെയും ചോദിച്ചു എന്തെങ്കിലും തരണം, പിന്നെയും കൊടുത്തു 100 ഒട്ടകം. 200. അപ്പോഴും തങ്ങൾ ഈശാ നിസ്കാരം കഴിഞ്ഞിട്ട് പാവങ്ങളായ സഹാബത്തിന് ഫുഡ് കൊടുത്തു. 300 ഒട്ടകം കൊടുത്തിട്ടൊക്കെ ജീവിച്ച തങ്ങളുണ്ടല്ലോ, വീട്ടിൽ പോയിട്ട് 2 മാസമായിട്ട് വീട്ടിൽ അടുപ്പിൽ തീ കത്താറില്ല. കുപ്പായത്തിന്റെ ഉള്ളിൽ നോക്കിയ വലിയ ഉരുളക്കല്ലുണ്ടാവും കെട്ടി വെച്ചിട്ട്. എന്തിന്? കല്ല് വെച്ചാൽ വിഷമം മാറാം? ഇല്ല, കല്ല് വെച്ചാല് ഈ ഒന്ന് നിവർന്ന് നിൽക്കാൻ കഴിയും, വയറങ്ങ് കുനിഞ്ഞു പോവില്ല. അതാ തങ്ങളെ കാരണം. കണ്ടോ കണ്ടോ കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകം കൊടുത്ത 60 ആളുടെ ചരിത്രമുണ്ട് കിതാബിൽ. 60 ആളുടെ. ഹുനൈൻ ദിവസം ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് നബി തങ്ങൾക്ക് പണ്ട് പാല് കൊടുത്ത കഥകളൊക്കെ പാട്ട് പാടിയിട്ട് ഇങ്ങനെ മുന്നിൽ നിന്നപ്പോ തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പണ്ടത്തെ ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുള്ള പാട്ട് പാടിയ പെണ്ണുങ്ങൾ തങ്ങൾ കൊടുത്തു നിറ കുറച്ചല്ല, കുറേ കൊടുത്തു. എത്ര കൊടുത്തു? നന്നായിട്ട് കൊടുത്തു. അത് എത്ര ഉണ്ട് എന്നറിയോ? ഇന്ന് വില നോക്കുമ്പോ 50 കോടി. എത്ര? 50 കോടി. ഇതിനെ കുറിച്ച് ഇബ്നു ദഹിയത്ത് നിങ്ങൾ പറഞ്ഞ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്വതക്ക ഒരാളിൽ നിന്നും കണ്ടിട്ടില്ല. സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും വീട്ടിൽ ദാരിദ്ര്യം തന്നെ, വീട്ടിൽ വിഷമം തന്നെ. ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച ആളല്ലേ, ആ തങ്ങളെ സ്നേഹിക്കാന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ